ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം രാവിലെ തന്നെ പണിയിലാണേ. അപ്പോൾ നമ്മൾ പറഞ്ഞതിന് വീഡിയോ പണി എടുക്കുന്നത്. അപ്പം ഇതാണ് ഇപ്പം ഇവിടുത്തെ അവസ്ഥ. എല്ലാം ഇതെല്ലാം ഇനി പുറത്തിട്ടിട്ട് എന്നാ പറയണ്ട് പൊട്ടാനായി. ഇതെല്ലാം പുറത്ത് കൊണ്ടൊക്കെ ഉണ്ടായിരുന്നു. പണിയെടുക്കുന്ന സമയത്ത് അവർ അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം മാറ്റിയതാണ്. ഉറവുത്തല എന്തോ പറയലുണ്ട്. കുത്തി കുത്തി പൊടി വീണ് വീണ് പോയി ഇതെല്ലാം. പിന്നെ ഇതിനെല്ലാം കുറേ വർഷത്തെ പഴക്കം ഉണ്ടല്ലേ. കുറേ വർഷത്തെ പഴക്കമുണ്ട്. നമ്മൾ ഇത് നേരം വീട്ടിൽ നിന്ന് എടുത്തതാന്ന് തോന്നുന്നു. ആ സമയത്ത് കുടിയലിൻ്റെ സമയത്ത് വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് രാവിലെ വന്നു. പിള്ളേരാടിയുണ്ട്, ഇന്ന് ലീവാണ്. അവർ ഉറങ്ങി എണീച്ചില്ല. അമ്മയില്ലോണ്ട് ഞാൻ രാവിലെ ഇങ്ങോട്ടേക്ക് വന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ അവർക്ക് പെയിൻ്റ് അടിക്കാനൊക്കെ കുറച്ചൊന്ന് വൃത്തിയാക്കി കൊടുക്കണ്ടേ. ഭയങ്കര വൃത്തിയേട് എന്ന് പറഞ്ഞാൽ ഭയങ്കര വൃത്തിയേടായിട്ടായില്ലേ. ഒന്നാമത് നമ്മൾ നോക്കിയിട്ടേ ഇല്ല. അതെ, പൊടി. അതുകൊണ്ട് ഞാൻ ഇത് മാസ്കെല്ലാം ഇട്ട് പൊടി പിടിച്ചിട്ട് തന്നെ ഇടക്ക് കവക്കെട്ടിൻ്റെ എല്ലാം സുക്കട്ട് ഒന്ന് കാണിച്ചിട്ടെല്ലാം വന്നെയാണ്. അപ്പോൾ ചെയ്താൽ ഇനിയിപ്പോൾ ഇന്ന് അവരെല്ലാം ഒഴിവുണ്ട്. ഒഴിവില്ല ദിവസം നമ്മൾ എല്ലാം ഒന്ന് ക്ലീനാക്കി കൊടുക്കാന്നല്ലേ. ഇതുവരെ ഇല്ല പൊടി. അതെ, ഇനിയിപ്പം അതായത് അവർക്ക് മനസ്സിലാവുന്നില്ല ഏതാ വേണ്ടത് ഏതാ വേണ്ടാത്തത്. ഇതിൽ വേണ്ടുന്നതും വേണ്ടാത്തതും എല്ലാം ഉണ്ട്. അതെ, എല്ലാം കളയേണ്ടതാണ് കുറെയെല്ലാം. അപ്പോൾ ഞാൻ വിചാരിച്ചു ഏതായാലും രാവിലെ തന്നെ ഇതെല്ലാം ഇന്നത്തെ ദിവസം ഏതായാലും ഇതെല്ലാം ഒന്ന് അടുക്കി പതുക്കി പിന്നെ ഒന്നെല്ലാം മാറ്റി കൊടുക്കാം. സാധനങ്ങൾ അവർക്കൊന്ന് മാറ്റി കൊടുക്കും. ഇതൊന്നും നമുക്ക് ഒറ്റക്കാവില്ല. ഇനിയിപ്പോൾ നമ്മളെ കുട്ടനേരം വിളിക്കേണ്ടി വരും അല്ലേ. കട്ടിൽ ഇതെല്ലാം മാറ്റാൻ വേണ്ടി നമ്മളെ പിള്ളേരെ ഇറക്കേണ്ടി വരും. പിന്നെ അങ്ങനെയെല്ലാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങൾ ഏതായാലും ഞാൻ ഇതെല്ലാം ഒന്ന് ശരിയാക്കി കൊടുക്കട്ടെ. ഇതിന്റെ ഇടക്കുന്ന് ഇപ്പൊ എന്നാ പരുത്തണ്ട് എന്നാ എടുക്കണ്ടെന്നല്ലോ മനസ്സിലാവുന്നില്ല. അതാണിപ്പം പ്രശ്നം. ഞാൻ വിചാരിച്ച ഏതായാലും ഒരു ടേബിൾ വൃത്തിയാക്കിയിട്ട് ആ റൂമിൽ കഴിഞ്ഞു ഏകദേശം. അപ്പൊ ആ റൂമിൽ കൊണ്ടുവച്ചിട്ട് അത്യാവശ്യമല്ല അതിന്റെ മുകളിൽ കയറ്റാന്നുള്ള ഒരു പ്ലാനിങ് ഇപ്പൊ ഇല്ലത്. തുണികളെല്ലാം ഇഷ്ടം പോലെ പഴയത് മൊത്തം പൊടിയിലായില്ലത്. ഈ പൊടിയിന്ന് ഏത് പൊടിയാണ് എങ്ങനെയാണെന്നൊന്നും മനസ്സിലാവുന്നൊന്നുമില്ല. പക്ഷെ എന്തെങ്കിലും ആയിട്ട് എടുത്തിട്ട് ആവുന്നത്ര പോലെ ചെയ്യാന്നുള്ള ഒരു രീതിയിൽ ഞാൻ തുടങ്ങിയതിപ്പോ. അമ്മ ഒരുപാട് അലക്കിക്കൊണ്ട് പോയിന്ന്. ഒരുപാടുണ്ടല്ലോ അലക്കാൻ. അപ്പുറത്തെ വീട്ടിൽ പോയതുകൊണ്ട് ആറിടാനും സൗകര്യമില്ല. അലക്കും ബാക്കി ആറിടാൻ സൗകര്യമില്ല അല്ലേ. അതിൻ്റെ ഇടയ്ക്ക് കുടുംബശ്രീൻ്റെ ഒരു ക്ലാസ്സിന് പോകാനുണ്ട്. അത് പകുതി അലക്കിച്ച് പോകാൻ വിചാരിച്ചിട്ടാണ്. കുടുംബശ്രീയുടെ ക്ലാസ് ഉണ്ടായിരുന്നു. പോയിട്ട് വേഗം അറിയില്ല. മോശമായി നല്ലെണ്ണയല്ലേ ഇത്. മോശമായിട്ട്. പക്ഷെ ഇത് ഞാൻ എടുത്തിനെ. അമ്മയോട് ചോദിച്ചു നോക്കത്. ചിലപ്പോ അവര് അതിന്റെ ഉള്ളിൽ നിന്ന് കിച്ചണിൽ എടുത്ത് മാറ്റിയതായിരിക്കും. നല്ലെണ്ണ ഇത്. അതിപ്പോ നമ്മള് കിച്ചണിൽ സാധനം മാറ്റുമ്പോ ഇങ്ങോട്ടേക്ക് മാറ്റി വെച്ചത്. അമ്മ അടിപൊളിയായിട്ട് അലക്കുന്നുണ്ട്. ഫുള്ള് കല്ലുമ്മല്. പണ്ട് കല്ലുമ്മല് തന്നെ അലക്കല്. പണ്ട് വാഷിംഗ് മെഷീനും ഇതൊന്നും ഉണ്ടായിട്ടല്ല, കല്ലുമ്മല് തന്നെ അലക്കല്. പോയിട്ടും വന്നിട്ടാലും കല്ലുമ്മല് തന്നെ അലക്കല്. ഇപ്പല്ലേ ആ മെഷീൻ ഉണ്ടായതുകൊണ്ട് അലക്കാൻ തുടങ്ങിയത്. അറബി അറിയാം. ഡേറ്റ് ഓഫ് എക്സ്പയറി ഡേറ്റ് അറബിയിൽ എഴുതി വെച്ചു. അതെ, ഡേറ്റ് ഓഫ് എക്സ്പയറി ഡേറ്റ് 17/5/2024 വരെ ഇത് ഉപയോഗിച്ചുടൂ. നമുക്കത് നേരം അങ്ങോട്ട് കൂടാം. എല്ലാം വൃത്തിയാക്കി ഒരു പരുവത്തിൽ എത്തിച്ചിട്ടുണ്ട്. അവത്തെല്ലാം തട്ടി 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 വൃത്തിയാക്കി ആ ഒരു ഭാഗത്ത് എല്ലാം കെട്ടി വെച്ചു. ഇനി പീടിയും കൂടി ഉണ്ട്. ഇടാകുമ്പോഴത്തേക്ക് വെയിൽ വന്നു. ഉച്ചയായി. ഉച്ച 1 മണിയാവാനായല്ലേ. ക്ഷീണം പിടിച്ചു പോയി. ഫുള്ള് പൊടിയായിട്ട്. ഇനിയിപ്പോൾ വൈകുന്നേരം ആയിരിക്കും ഇതിൻ്റെ ബാക്കി കാര്യങ്ങളെല്ലാം. വേദനയും കാര്യങ്ങളിലും ഇതാ വീട്ടിലേക്ക് വരെ എത്തിച്ചിട്ടുണ്ടേ. അടിപൊളിയാക്കി ഫുള്ളെല്ലാം കാണിച്ചു കൊടുക്കുക. എങ്ങനെ ഉണ്ടായതാന്ന് നോക്കട്ടെ.
എൻ്റെ നിന്റെ എഫേർട്ട് അല്ലേ എഫേർട്ട് പറഞ്ഞാ പോരല്ല. പറഞ്ഞാൽ പോലെ കാണിക്കുമല്ലോ പറയുന്ന ആൾക്കാരാ. എങ്ങനെയുണ്ടായ സ്ഥലം ഫ്രീ അടിച്ചൊതുക്കി എല്ലാം മാറ്റിയതാ. സൂപ്പർ ഗ്ലേസിങ് ആക്കിയിട്ടുണ്ട് ഫുള്ള്. അതിലെല്ലാം നമ്മുടെ കുറേ ഇതുണ്ടായതാണ്. എല്ലാം മാറ്റിയ റൂമിലേക്ക് എടുത്ത് മാറ്റിയതാണ്. റൂമിലേക്ക് കെത്തിൽ വെച്ചിട്ടുണ്ട്. അടിപൊളി. താങ്ക് യു. ഇനി നല്ല ഐസ്ക്രീം ഐസ്ക്രീം നമ്മൾ മേതൂട്ടിയുടെ എത്തിയിട്ടുണ്ടേ. മേതൂട്ടീനെ നേരത്തെ കുറച്ച് നേരത്തെ നമ്മൾ ഇവിടെ എത്തിച്ചു. അതിന് പണിയെടുത്തവർക്ക് ഐസ്ക്രീം, നിങ്ങൾക്ക് ഐസ്ക്രീം ഒന്നുമില്ല. ഇവര് പണിയാക്കി തന്നത്. മേതൂട്ടി ആടെ ഇടിയെല്ലാം കച്ചറയാക്കിയിട്ട് ഐസ്ക്രീം വേണം. നല്ലെണ്ണ മസാല വേണം പ്രിയ. ഇത് എക്സ്പയർ ആണ് പ്രിയ. ഇവൻ നല്ലെണ്ണ എടുത്തോണ്ടുണ്ട്. അത് എക്സ്പയർ ആണല്ലേ. എന്താണ് ഇതെന്നാണ് ആക്കിയത്? നല്ലെണ്ണ എടുത്തുകൊണ്ട് വന്നിട്ട് അത് ഇവിടെ കല്ലിന്റെ മുകളിൽ വെച്ചിട്ട് അതിൽ മണ്ണ് വരിട്ടിട്ട് നല്ലെണ്ണ മസാലയാ. നല്ലെണ്ണ മസാല അത് വല്യമ്മ വന്നതാണ്. ഇത് നല്ലെണ്ണ മസാല. ആദ്യം നമ്മൾ കുറച്ച് നല്ലെണ്ണ ഒഴിക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ നല്ല ചളി വാരി തേച്ചിട്ട് കുറച്ച് ഉപ്പും കൂടി ഇടണം. ഉപ്പ്, കുറച്ച് പറങ്കിപ്പൊടി എന്നിട്ട് കുറച്ച് മല്ലിയില ഇടുക. എന്നിട്ട് അതിലേക്ക് നമ്മളെ എന്താ പറയാ ഗരം മസാലപ്പൊടിയും തക്കാളി മുറിച്ചിടുക. ഉള്ളി ഇടുക. എന്നിട്ട് നമുക്ക് നല്ലോണം നല്ലെണ്ണ മസാല മേലൂട്ടിക്ക് അറിയില്ല ഇത് ഉണ്ടാക്കാൻ. നല്ലെണ്ണ മസാല ഉണ്ടാക്കാൻ അറിയാം. പഠിക്കൂ ഇന്നലെ ഏട്ടൻ എടുക്കുന്നേ. ഫോണെല്ലാം എടുക്കുന്നുണ്ട് ഒരാള്. ഇവിടെ ഇന്നത്തെ നമ്മളെ കഴിഞ്ഞ ദിവസത്തെ ഒരു ഇതുണ്ടല്ലോ, ഏത് ആപ്പിൾ 16 അല്ല 16 Pro Max. 16 Pro Max എന്നാ ഇത് പാട്. പരത്തിൽ നിഴലിടും അമ്പിളിക്കലയ്ക്കുള്ളില് ആമ കുഞ്ഞനോ ആമ കുറുമ്പനെന്ന് നെഞ്ചത്ത് വെച്ചില ചെല്ലവുമായി താനെ വരിഞ്ഞു കേറി ദൂരത്തിൽ എങ്ങോ പതുങ്ങിയല്ലോ. ചോരക്കൊളുത്തുള്ളൊരാൾ ചിലപ്പം വെച്ചില ചെല്ലത്തിലോ. ഭൂമിയെ പടമുഴും അത്രയും വെച്ചിലയിട്ടു വയ്ക്കാം കുഞ്ഞിളം വാവേ. കഥ കേട്ട് മെല്ലെ മിഴി പൂത്ത് മാറി ചൂടിൽ ഉറങ്ങ് പൊന്നെ തളരാതെയോമൽ ചിരിയോടെ കൊഞ്ചി കളിയാടി വളരി വളരി ഉയർന്നു വാ കഥകളെ നീ എന്നാലേ പാടുന്നുണ്ട് കഥകളെ. മണിക്കുണ്ണി മേതുട്ടി കൊറേ നാളായി ഉണ്ടാവാത്തല്ലേ മതിപ്പ. നിന്റെ പാട്ടെല്ലാം ഇങ്ങനെ ഒരു പാട്ട് അതെന്താ മതി
പാട്ടേ ഉൾപ്പെടുത്തൂലേ? അതെ, അപ്പൊ ഒരു ഏതായാലും ദിവസം. നമ്മള് പിന്നെ വന്ന് നമ്മള് വീട്ടിലെത്തി. ഇപ്പം ഭക്ഷണം കഴിച്ച് രാത്രിയായി. പിന്നെ രാവിലെ നമ്മളെ ക്ലീനിങ് പരിപാടി ഉണ്ടായിന്. ആ എന്താണ് സംഭവം കിടന്നു കാണിക്കാനാ? നൈസായിട്ട് പറഞ്ഞില്ലേ? അമ്മമ്മേനെ അമ്മമ്മ അമ്മമ്മ കിടന്നു തുടങ്ങിയല്ലേ അമ്മ? ഒറ്റ പാട്ട് ഉൾപ്പെടുത്തൂല്ലോ. നിങ്ങൾ പാട്ട് തുടങ്ങിയാൽ നിർത്തൂല. അല്ല, ഇവരെ പാട്ട് കേട്ട് എനക്ക് ഇവിടെ ഉറക്കം വരില്ല. രാവിലെ ശരീരം അനങ്ങിയോണ്ട് ഉറക്കം വരുവാണെങ്കിൽ ഉറക്കം കുറയുവാണ്. രാവിലെ അനങ്ങി പണിയായോണ്ട് വേഗം ഉറക്കം വന്നു. മേതൊരു സ്കൂളിലൊക്കെ ഡാൻസ് ഉണ്ടല്ലേ? അത് ഓളെ പുതിയ പുതിയ സ്റ്റെപ്പുകളെ പഠിക്കട്ടാ. എന്നെ പോലെയല്ല ഓള്. എന്റെ സ്റ്റെപ്പാണോ? മീനെ കിട്ടും. ഇന്ന് അവളെ കഴിച്ചിട്ടേ രാത്രി ഭക്ഷണം 1:30 കറകൾ കണ്ട. എല്ലാം കുപ്പായാണ് ഡ്രസ്സാണ് കഴിക്കല്. അതെല്ലാം നമ്മളെ പുതിയ കുറേ സ്റ്റെപ്പ്. ഭരണം പറഞ്ഞ് പൊത്താലും ഇത് കൊറേ സ്റ്റെപ്പ് ഉണ്ട് കണ്ടോ? ഇവള് തന്നെ അതെല്ലാം പഠിക്കുന്നതാണ്. ഇവളെ സ്വന്തം ക്രിയേഷൻ അമ്മ പൊളിയാണ്. മലയാളി പൊളിയാടാ. എന്താ ഇത് പുതിയ ന്യൂ സ്റ്റെപ്പ് എല്ലാം ഇടുന്നുണ്ട്. മണിക്കൂട്ടം പിന്നെ പഠിക്കുന്നോണ്ട് നമുക്ക് പറയാം. ഇവള് കൊറേ കണ്ടോ? അതാ സ്വന്തമായിട്ട് സ്റ്റെപ്പ് അല്ല മോളെ? അതെ, ഓളെ ഇഷ്ടമുള്ള സ്റ്റെപ്പ് കളിക്കും. ഒരു പാട്ട് നീ ഉൾപ്പെടുത്തിയില്ല. ഒരു ബ്ലോഗിൽ ഒരു പാട്ട് മാത്രമാണ് അല്ലേ? നോക്കിയ സ്കൂളിലത്തെ ഡാൻസ് കളിക്കാൻ പറ്റില്ല. അത് അന്നത്തെ ദിവസം എല്ലാരും കണ്ടോട് പറഞ്ഞിട്ടില്ലേ മിസ്? എന്റെ ഡാൻസ് കളിക്കണം. ഡാൻസ് സർപ്രൈസ് ആയിട്ട് ഒരു വീഡിയോ ഇടും നാളെ. നാളെ നമ്മള് പോയാൽ ഡാൻസിന്റെ അമ്മ ഒരു കാര്യം ചെയ്യാം. മേലൂരിന്റെ പ്രോഗ്രാം കഴിഞ്ഞിട്ടും മണിക്കൂട്ടന്റെ പ്രോഗ്രാം കഴിഞ്ഞിട്ടും നമ്മ ഇവരെ ഓരോ ഡാൻസ് വെച്ചിട്ട് നമ്മളൊരു ബ്ലോഗ് എടുക്കുന്നു അല്ലേ? എല്ലാരും കണ്ടിട്ട് പിന്നെ ഡാൻസിന് മേതൂട്ടി ഇന്ന് മണിയേട്ടന്റെ ടീഷർട്ട് എടുത്തിട്ടതല്ലേ? അപ്പൊ ഇന്ന് മേതൂട്ടി നമ്മള് മണിക്കൂറിന്റെ ടീഷർട്ട് എടുത്തിട്ട് ട്രൗസർ വേണ്ട മേതൂനി ഇതിടുമ്പോ. അപ്പൊ ഇന്നത്തെ നമ്മൾ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായിട്ട് ഡാൻസ് പ്രോഗ്രാമിനെ കളിച്ചു. സർപ്രൈസ് ആക്കി നാളെ നമ്മൾ മോളെ പ്രോഗ്രാം കഴിഞ്ഞ അന്നില്ലേ? പ്രോഗ്രാം കഴിഞ്ഞ അന്ന് നമ്മള് തിമിർത്തം ബ്ലോഗ് അല്ലേ നമ്മൾ കൊണ്ടുവരുന്നതാണ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണിക്കൂട്ടിന്റെ ഒരു ഡാൻസ് ഉണ്ട്. മോനെ അതിലെ കണ്ട നിങ്ങളില്ലേ
ഡമ്മനേന്ന് പറയും. എടാ മോനെ അങ്ങനെ പറയാണ്ടെന്നാ മതി അല്ലേ? എടാ മോനെ അല്ല ഇപ്പൊ പറഞ്ഞാ മോനെ എടാ മോനെ അങ്ങനെ ഒരാള് ചൊടിയായിട്ട് പോയി കിടന്നിട്ട് അതാ അത് അമ്മാമയും മോളും നേരം കിടന്നുറങ്ങിയതാ. കുറച്ച് കിടന്നുറങ്ങി. ഉറങ്ങിക്കോ രണ്ടുപേരും. ഓള് ചൊടിയിൽ കിടക്കുന്നതാ. ചൊടിയിലാണായത്. പക്ഷെ ഓളെ ഡാൻസ് പ്രോഗ്രാം കഴിയാണ്ട് നമുക്ക് കളിപ്പിക്കാൻ പറ്റില്ല അല്ലേ? അതെ. അപ്പൊ ആരോട് മണിയാട്ടിനോട് ചൊടിയാ അല്ല ആരോടും ചൊടി അല്ല അവര് ആ ഒരു പ്രോഗ്രാമിന് വേണ്ടിട്ട് മാത്രം പഠിപ്പിക്കുന്നതല്ലേ. അപ്പൊ അത് കഴിയാണ്ട് നമുക്ക് വീഡിയോയില് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. മറ്റൊരു വിശേഷമായിട്ടുള്ള മണിക്കുട്ട മറ്റൊരു വിശേഷമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരെ ബൈ ബൈ.